നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബാർബർ ഷോപ്പിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. അപ്പം ചാനലിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് ഒരുപാട് സൗകര്യങ്ങൾ കൂടുതലുണ്ട്. കാരണം നമുക്ക് പ്രത്യേകതരം ലാപ്പ് മൈക്കൊക്കെ വെച്ച് എവിടെ വേണമെങ്കിലും നടന്ന് ഡയലോഗ് പറയാനുള്ളൊരു സൗകര്യമുണ്ട്. നേരെ മറിച്ചത് സ്റ്റേജിൻ്റെ പരിമിതിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടാകും. അതുകൊണ്ട് ആ സ്കിറ്റിൻ്റെ തനിമ ചോർന്നു പോകാതെ ഞങ്ങളുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വേഷനിൽ CD-യുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കണ്ടിട്ടുള്ള ആളുകൾക്ക് നേരിട്ട് ഒരിക്കൽ കൂടി കാണാനുള്ളൊരു അവസരമായിട്ട് കാണണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ നാട്ടിൻ പുറത്തെ ബാർബർ ഷോപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുരുക, ഒരു 10 തലയും ഒരു 20 താടിയും തന്ന് ഇന്നത്തെ കച്ചവടം ഉഷാറാക്കി തരണേ ഭഗവാനെ. കാത്തുരക്ഷിക്കണേ, അനുഗ്രഹിക്കണേ ഈശ്വര ഭഗവാനെ. നമസ്കാരം. നമസ്കാരം. ഇരിക്കാലോ അല്ലേ? ഇരിക്കി. ഞാൻ ഇപ്പൊ തുറന്നിട്ടേ ഉള്ളൂ. നമ്മളെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നേ? അയ്യോ അല്ല, ഞാൻ കമ്പളിപ്പറമ്പ് സ്കൂളിലേക്ക് സ്ഥലം മാറി വന്ന പുതിയ മാഷാണ്. സ്കൂളിൽ വന്ന പുതിയ മാഷ് നമ്മളെ മറ്റേ പഞ്ചായത്ത് കിണറിന്റെ അടുത്ത് താമസിക്കുന്നല്ലേ? അയ്യോ അല്ല, അവിടുന്ന് പോയിട്ട് ആ DYFന്റെ കൊടിമരം കഴിഞ്ഞിട്ട് 3ാമത്തെ വീട്. നമ്മളെ രാമേന്ദ്രേട്ടന്റെ പ്രേതബാധുള്ള വീട് അല്ലേ? ഈ പ്രേതം ഭൂതം പിശാച് ദൈവം എന്ന് പറഞ്ഞ സാധനത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ല? എന്താ? അല്ല, നമ്മൾ മനുഷ്യരെന്ത് തീരുമാനിച്ചിട്ടും കാര്യമില്ലല്ലോ. എല്ലാം മുകളിലുള്ള ഒരാളുടെ തീരുമാനപ്രകാരമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ല, മുകളിലാരാ? അല്ല, ഈ പ്രപഞ്ചത്തിൽ പൊതുവായ ഒരു ശക്തി എന്നൊക്കെ നമ്മൾ പറയല്ലോ. നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നും പറയാം, പിന്നെ മുകളിലേക്ക് തന്നെയാ പോണില്ലേ? എന്തേനും ഷേവ് ചെയ്യാനാണേ. ഒറ്റ മിനിറ്റ്. എന്താണ് ഇത്? ഇതൊക്കെ ഒന്ന് തിരുമ്പിക്കൂടെ? അല്ല, പിന്നെ ഞാൻ അപ്രന്റീസ് ആയിട്ട് ഒരു ചെക്കൻ നിർത്തിയിട്ടുണ്ടേനു. ചെക്കനാണ് ഇപ്പൊ അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പില്ല. എന്താണ് ഞാൻ പെട്ടെന്ന് ആ ചെക്കനെ ആലോചിച്ചു. ഒറ്റ മിനിറ്റ്. ഹലോ ഹലോ, ഞാനാണ് അംസത്തിലാണ്. ആരാണ്? അംസത്തിലാണ് ലോഡ് അവിടെ തട്ടേണ്ടത്. ഏത് അംസത്തില്? ഞാനാണെങ്കിൽ കളിക്കല്ലേ ലോഡ് അവിടെ തട്ടേണ്ടത്. അയ്യോ പൊന്നു സുഹൃത്തെ, നമ്പർ മാറിപ്പോയിട്ടോ. എന്താണേ കളിക്കൽ ലിങ്ക് കഴിഞ്ഞ അമ്മേന്റെ പണാരോ പണിയുണ്ട്. ഇത് എവിടെ തട്ടേണ്ടത്? അയ്യോ, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലത്. എന്താ ലോഡ്? എന്താ ലോഡ്? ഞങ്ങൾക്ക് അറിയാത്ത മാതിരി ചാണകന്ന് ഇത് എവിടെ തട്ടേണ്ടത്? അയ്യോ, ചാണകമായിട്ട് വരിക? ആണ്, ഇത് എവിടെ തട്ടേണ്ടത് പറയ്. ഇപ്പൊ എവിടെ എത്തി? സാഗർ ഹോട്ടലിന്റെ മുന്നിലെത്തി. സാർ ഓർഡറിന് മുന്നിൽ എത്തിയോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ആ വാതിലിന്റെ മുന്നിൽ തന്നെ തട്ടിക്കോ. അല്ല, ഓരോടൊന്നും പറയണ്ടേ? വേണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരിയല്ലേ, ഞാൻ തട്ടിക്കഴിഞ്ഞ വിളിക്കാം. അയ്യോ വിളിക്കണ്ടോ, എന്റെ മൊബൈലിൽ ചാർജ് കുറവാ കേട്ടോ. ഒന്നാ ശരിയല്ലേ വെച്ചാളി. നമ്പർ മാറി വിളിച്ചു പോയതാ. ചാണകമായിട്ട് വരിക പോലെ ലോഡേ. ഞാൻ പറഞ്ഞ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ തട്ടിക്കോളെ. അല്ല, അയാളിപ്പോ ഹോട്ടലിന് മുമ്പിൽ ചാണം തട്ടൂലേ? അല്ല, ഓൻ തട്ടിന് നിങ്ങൾക്ക് എന്താ നഷ്ടമുണ്ടോ? അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഷേവിംഗ് അല്ലേ? ഞാൻ ചെയ്തു തരും. അതെ, 10 മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കേ. ആണോ? നിങ്ങൾ അടിക്കുക? അല്ല, ഞാനല്ല, പിയൂൺ അടിക്കുക. പക്ഷെ ഇന്ന് AO വരുന്ന ദിവസമാണേ. അമ്മോ, ഇന്നിപ്പോ കുപ്പിയൊക്കെ വാങ്ങി അടിച്ചു പൊളിയേക്കൂലേ? എടോ, AO എന്ന് പറഞ്ഞ എന്റെ മേലുദ്യോഗസ്ഥന, എന്റെ കളിക്കൂട്ടുകാരനല്ല. ആണോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ കമ്പനിക്കാരൻ ഗൾഫിൽ നിന്ന് വന്നാന്ന്. അയ്യോ, സമയം ഇപ്പൊ തന്നെ 9 മണിയായി. 9 മണിയായി? അയ്യോ, ഒറ്റ മിനിറ്റ്. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനം പരിപാടിയിലേക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0495 307060. ഒറ്റ മിനിറ്റ്, ഒന്ന് വിളിച്ചാലട്ടെ. എപ്പം വിളിച്ചാലും കിട്ടില്ല. ഹലോ, ഞാൻ കൊറേ വിളിക്കുന്നു, കിട്ടില്ല. കിട്ടി. ഞാനാണ് കുണ്ടായിത്തോർന്ന് ബാർബർ ബാബു. എനിക്കൊരു പാട്ട് വേണോ? അല്ല, അതിപ്പം മറ്റേത് ഞങ്ങളെ മറ്റേ ബാർബർമാരുടെ ദേശീയ ഗാനുണ്ടല്ലോ. അത് കേരളത്തിലുള്ള എല്ലാ ബാർബർമാർക്കും വേണ്ടിയിട്ട്. ഓക്കെ എന്നാല്. അപ്പോൾ കുണ്ടായിത്തോടുള്ള ബാർബർ ബാബുവിനും അദ്ദേഹത്തിന്റെ ബാർബർ സുഹൃത്തുക്കൾക്കും വേണ്ടി കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ നിന്നും മനോഹരമായൊരു ഗാനം. കേട്ടില്ലേ? എന്റെ പേരാപ്പ പറഞ്ഞു. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ. കേട്ട് എന്ത്? റേഡിയോയില് പേര് കേട്ടോ? ആരാ പറഞ്ഞേ? പെണ്ണുങ്ങളാണ് പറഞ്ഞത്. എന്റെ പെണ്ണുങ്ങളെ ബാബട്ട. ശരിക്കും പറഞ്ഞ നിങ്ങളാണ് ബെസ്റ്റ് പെർഫോമർ ആയത്. ഞാനാ നന്നായത്? അയ്യോ, നിങ്ങളിപ്പോ നാട്ടില് ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. ഇത്ര പെട്ടെന്നോ? ബാബട്ട പൊളിച്ച അറിയോ?
സതീശനല്ലത്? ഏത് മരിച്ചുപോയ സതീശൻ? മരിച്ചു സതീശ്. അല്ല ഇവിടുത്തെ സതീശൻ അല്ലത്. ആരാടത്? അത് ശശി. ഓൻ ലേശൊരു തകരാറാ. ബ്ലീഡിങ് ആയിന്ന്. ബ്ലീഡിങ് ആയല്ലേ? ബേട്ടാ, ഞാന് സതീശനാണെന്ന് വിചാരിച്ചു. ഞാന് ഈ വല്ലാണ്ടായിട്ട് വിചാരിക്കല്ലോ. എന്തൊരു കഥ എന്നാല്. ബാബേട്ടാ, എന്തേ? അല്ല ഞാനെന്നെ നടുപ്പേച്ചോടെ പോയി. ഞാനെന്റെ നടുപ്പേജ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കാരും എന്റെ മാരിൽ ഓരോ ഞരമ്പ് രോഗികൾ വരുന്നുള്ളേ. നയൻതാരന്റെ ഒറ്റ ഫോട്ടോ എനിക്ക് കിട്ടില്ല. എന്താണ് ബാബേട്ടാ? ബാബേട്ടാ, എന്തേ? നിങ്ങളെ ചീർപ്പിന്റെ പല്ലൊക്കെ പോയിണ്ടല്ലോ. അതിനെന്തേ? അല്ല അത് എനിക്കൊന്നൂടെ? കൊണ്ടുപോയിക്കോ. അത് മാത്രം ആക്കണ്ട. മൂലയില്ലാതെ കുറച്ച് മുടി കൂട്ടിട്ടീന്, അതും കൊണ്ടുപോയിക്കോ. അത് നിങ്ങൾ അപ്പം ഉണ്ടാക്കി തിന്നാലേ. വടക്കും നാഥ സർവം നടത്തും നാഥ. ബാബു എന്തല്ല? ബാലശേട്ടാ, നിങ്ങൾ ഈ വൈക്കൊക്കെ കാണാണ്ടോ? ആടാ, ഞാനിവിടെ അല്ലാണ്ട്. ഞാനറിയൂ. നിങ്ങളിപ്പോ നമ്മളെ ഷൈജുവിന്റെ പീടിയെന്നാ മുടി വെട്ടലെന്നൊക്കെ. എന്താടാ പറയുന്നത്? നിങ്ങളെന്ത് തോന്നിയാസാന്ന് കളിക്കണേ? കച്ചോണ്ടുള്ള ജീവന്മാരുടെ പോരാട്ടം ഇവിടെ നടക്കണേ. എന്താ വാൾപ്പായിട്ടോ? ഇന്റെ ടെൻഷൻ എന്താ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞ്. എന്ത്? അഭിലേഷിന്റെ കല്യാണം ശരിയായില്ലേ? അയ്യോ, അറിഞ്ഞോ? ശശിയെ, അഭിലേഷിന്റെ കല്യാണം ശരിയായിട്ടോ. തമ്പായി കാത്ത് 163 പെണ്ണാ ചെക്കൻ കണ്ട്. ഓനുണ്ടല്ലോ മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി. പെണ്ണ് കിട്ടായിട്ട് ഓന് പ്രാന്തേനി. ഭ്രാന്തൊന്നും ഇല്ലട്ടോ. ഭ്രാന്തൊന്നുമില്ല ഓന്. ചെറിയ തകരാറ്. അത് അണക്കല്ലേ മിണ്ടല്ലടോ. അങ്ങനെ ഇപ്പൊ പെണ്ണ് ശരിയായി. അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോവുക. അടുത്ത ആഴ്ച അങ്ങോട്ട് നിശ്ചയിക്കാൻ പോവുക. നമ്മളെ എത്ര ആളാണ് അങ്ങോട്ട് പോണത്? മുമ്പ് പോണില്ല. ഞങ്ങൾ കുറച്ച് കുടുംബക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താണ് ബാബേട്ടാ? അല്ല ബാബു, പെണ്ണെടുത്താന്നാ പറഞ്ഞത്? പെണ്ണ് കുരുവട്ടൂരിന്ന്. കുരുവട്ടൂര് നമ്മളെ നാടല്ലേ? കുരുവട്ടൂര് എവിടെ? കുരുവട്ടൂർ നിങ്ങൾ അറിയോ? അയ്യോ, അവിടെ അറിയാത്ത ആരാണുള്ളത്? കുരുവട്ടൂര് പഞ്ചായത്തിന്റെ അടുത്ത് തന്നെ. പഞ്ചായത്തിന്റെ അടുത്ത് പറയുമ്പോ നമ്മളെ പഞ്ചായത്ത് മെമ്പർ പപ്പേട്ടല്ലേ? പപ്പേട്ടന്റെ രണ്ടാമത്തെ മോള് ശരണ്യ. ശരണ്യ? അല്ല, നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിനാ? എന്താ നിങ്ങൾ അങ്ങനെ വർത്താനോ? അല്ല, കല്യാണം നടക്കട്ടെ, അതാണ് അതിന്റെ ശരി. കല്യാണം നടക്കട്ടെ എന്നോ? നിങ്ങൾ ഇന്ന് ടെൻഷൻ ആക്കല്. എന്തേലും പ്രശ്നം ഉണ്ടോ എന്നോട് പറയും. എന്റെ അനിയനെ കൊണ്ടുകൊണ്ടേ ചാടിക്കുക. അല്ല ബാബു, ഈ കുട്ടീനെ ഞാൻ നേരത്തെ അറിയൂ. ശരണ്യ ഓളൊരു 2 ആഴ്ച മുമ്പ് ഒരു കൊടൈക്കനാൽ ടൂറൊക്കെ നടത്തീനി. ഇവളോ? അത് കോളേന്ന് പോയതേക്കൂ. കോളേന്ന് പോയതല്ലടോ, ഇവിടെ പുഞ്ചിരി ബസ്സിലെ സുനീന്റെ കൂടെ ട്രിപ്പ് അടിച്ചിനി. ഏതുമ്പോ ഡ്രൈവർ സുനീന്റെ കൂടെ? ഡ്രൈവർ സുനീന്റെ കൂടെ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ കേളപ്പേട്ടന്റെ മോൻ സുബീഷിന്റെ കൂടെ കോഴിക്കോട്ട് അങ്ങാടി ഇങ്ങനെ ചുറ്റിക്കിറങ്ങണേ കണ്ടിനി. നിക്കിന്ന് എന്റെ അനിയന്റെ കല്യാണത്തിന്റെ പ്രശ്നം ഇവിടെ നടക്കണ്. ബാബു, ഓക്കെ, ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാണ്. ഞാൻ ഒരു കള്ളത്തിനും പറയില്ല. അവസാനതെല്ലാം കൂടെ എന്നെ കുറ്റാക്കരുത്. ബാലകൃഷ്ണേട്ടാ, ഞാനത് ചെയ്യും. നിങ്ങൾ ഞാൻ നമ്മള് ബന്ധതല്ലേ. ഈ കല്യാണം നടക്കും. എത്തിഞ്ഞ് വേണ്ട. അങ്ങനെ പറയില്ലേടോ, ഇതൊക്കെ നാട്ടിലെ സർവ്വസാധാരണ. ശശി പറയും ബാക്കി കാര്യങ്ങൾ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇല്ല പാമ്പ അപ്പള എന്നുള്ള ഗെയിം നടത്തിരി ബാബട്ട. ചിലക്കാണ് പോയി കുത്തിരിക്കണോ? മനുഷ്യവിടെ അന്യന്റെ കല്യാണം മുടങ്ങിക്കുമ്പോ അവന് പാമ്പിന് ആപ്പിള് നീറ്റിക്കായിട്ടാ. എന്താണ് ബാബേട്ട? അല്ല ബാബു, ഇഞ്ഞപ്പോ നടത്തുന്നില്ല. ഇനി നടത്തുക. നിങ്ങളിപ്പോ ഒരാഴ്ച മുന്നേ പറഞ്ഞു തന്നാ. ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലോ? അല്ല, എന്റെ പേര് പറയരുത്. ഞാൻ പറയില്ലാന്ന്. അല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതാണ്. നിങ്ങളെ ഏട്ടനി എന്തേലും കൂടി. അല്ല, ഇങ്ങോട്ട് വരി, ചോദിക്കട്ടെ. ഇതിപ്പോ എത്രാമത്തെ മുടക്കണ്? 48. വീട്ടിൽ എത്ര മക്കളുണ്ട്? 3 ആള്. പെൺകുട്ടികളല്ലേ? ധൈര്യമായിട്ട് പോയിക്കോളി, നമ്മളൊക്കെ അവിടെ തന്നെ ഉണ്ട്. 10 മണിക്ക് സ്കൂളിൽ എത്തേണ്ടതാണ്. അല്ല, ഇപ്പൊ പോലത്തെ മനുഷ്യൻ ഇനി സ്കൂളിൽ പോവാ? ഇവിടെ സ്കൂളിലെ മാഷാടോ. മാഷ പ്രസന്റ് സാർ, എനിക്കറിയില്ലത്. അല്ല, നിങ്ങൾക്ക് ഷേവിംഗ് അല്ലേ? അതെ, അത് ഞാൻ ചെയ്തു തരും. ഇപ്പൊ എങ്ങനെയാ ഞാൻ ചെക്കനോട് ഞാൻ അത് പറയാ? ബാബേട്ടാ, എന്തേ? കത്രീന്റെ മൂർച്ച പോയിണ്ടല്ലോ. ഇതൊന്നും അതവിടെ വെക്കടോ. എന്താണ് ബാബേട്ടാ? ഞാനിപ്പോ എന്താ ചെയ്തത് ബാബേട്ടാ? എന്തേ? ആരാ വന്ന് നോക്കി? സുരേന്ദ്രേട്ടാ. ഈ ഉണ്ടോ ഇവിടെ ശശിയെ? എന്തൊക്കെയാണ്? അല്ല, ലീവില് വന്നേക്കില്ലേ? ലീവോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? 50 വർഷത്തെ രാഷ്ട്രസേവനം കഴിഞ്ഞ്. അയ്യോ, ഇനിയിപ്പോ അവിടെ 25 കൊല്ലം കൂടെ നിക്കാൻ പറഞ്ഞിക്കണേ. അവിടെ പിടിച്ചിട്ട് അല്ലടോ, അവിടെ സ്ഥിരമായിട്ട് നിക്കാൻ പറഞ്ഞിക്ക. ഡെയിലി വേജസിന് അയക്കൂ. അല്ലടോ, എന്റെ തലച്ചോറ് വേണം പോലെ. അല്ലെന്ന് തലച്ചോറ് മാറ്റി ഞങ്ങളാണ് മരിച്ചൂലേ? അല്ല, എന്റെ ബുദ്ധി ആൾക്കാരില്ല. ഞാൻ യുദ്ധത്തിൽ അങ്ങനെ പങ്കെടുക്കല്ലോ. നിങ്ങളെ ബുദ്ധി മൊത്തം എന്റെ ബുദ്ധിയാണല്ലോ പോണത്. അല്ല സുരേന്ദ്രേട്ടാ, നിങ്ങൾ അവസാനം എവിടെയേനി? അവസാനം ഞാൻ കാശ്മീരിലേനി. കാശ്മീർ എന്ന് പറഞ്ഞാല് എന്തു ജാതി തണുപ്പാണ് മോനെ. അല്ല, തണുപ്പ് കാശ്മീരിലല്ല. നിങ്ങൾ എന്തിനാ ഇവിടുന്ന് ഇറക്കിനേ? അല്ല, പറഞ്ഞതാണ്. ഞാനിപ്പോ അവിടെ ഇല്ലാത്ത അറിയാണ്ട്.
അല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഴക്ക് തുടങ്ങി വെച്ചാൽ ഞാനാണല്ലോ. അല്ലെങ്കിൽ കച്ചറ മൊത്തം തുടങ്ങിയൊക്കെ നിങ്ങളാണ്. നിങ്ങളാ തുടങ്ങിയേ? അതറിഞ്ഞില്ല? ഇല്ല. അറിഞ്ഞില്ലേ? അയ്യോ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വാ. അതായത് മനേഷേട്ടനും ഞാനും. മനേഷേട്ടനാ? മനസ്സിലായില്ല? ഇല്ല. ഇന്ത്യൻ കരസേനാ മേധാവിയോടോ. മുമ്പർ ശരിക്കുള്ള പേരെന്താ? മനേഷ് കുൽക്കർണി പാണ്ഡെ. ഞാൻ മനേഷേട്ടനാണല്ലോ വിളിക്കുക. ആണോ? ആ ഞങ്ങൾ അങ്ങനെ ഭയങ്കര വാടാപോടെ ബന്ധാണ്. ഞാൻ മൂപ്പരെ വീട്ടിൽ പോകും, ഞായറാഴ്ച ദിവസം മൂപ്പരിന്റെ വീട്ടിൽ വരും. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ സാധനം ഇരുന്ന് അടിക്കുകയാണ്. ആണോ? ബാബു ഈ കേൾക്കണ്ടോ? ഓ. മുറ്റത്ത് ടേബിളൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ സാധനം അടിക്കുക. മേശവിരിയൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ ഗ്ലാസ് ഉണ്ട്, സോഡ ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, മൂപ്പരെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഒറ്റ പോക്ക. ആര്? ചാരവിമാനം. ചാരം കൊണ്ടോണ വിമാനില്ലേ? അല്ലടോ, ചാരന്മാര് പോവുക. ആണോ? ആ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക്. ഇത് കണ്ടപ്പോ തന്നെ മനേഷേട്ടന്റെ കാര്യം മനസ്സിലായിക്കണേ. മൂപ്പര് പറഞ്ഞു സുരേന്ദ്ര പോണുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങള് ബേജാറാവില്ല, ഈ സാധനം എടുത്ത് ഒഴിച്ചോളി അടിച്ചോളി ഇമ്പക്ക് തീർക്കാന്ന് പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ രണ്ടാമതൊരു സാധനം കൂടെ ഇങ്ങനെ ഒഴിച്ച് അടിക്കുന്ന സമയത്ത് പിന്നെ ഒറ്റ പോക്ക. എന്ത്? ചാരവിമാനടോ. പോയിന്ന് മാത്രല്ല ഒറ്റ ഇടലാണ്. എന്ത്? ബോംബ്. ഇത് കണ്ടപ്പോ തന്നെ മനേഷേട്ടൻ ആകെ കിള്ള പറിച്ചിക്കണ്. മൂപ്പരാകെ പേടിച്ച് തരുന്നു സുരേന്ദ്ര ബോംബല്ലടാ വരുന്നാന്ന്. ഞാൻ പറഞ്ഞു നിങ്ങള് ബേജാറാവില്ല, ആ സാധനം വെച്ച് അടിച്ച് തീർക്കാൻ നോക്കിന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അപ്പോഴും സാധനത്തിനോടാ പ്രാധാന്യം. അതാണല്ലോ. അല്ല എന്റെ കാര്യം നിക്കിന്ന് രാജ്യം തന്നെ അപകടത്തിൽ അപ്പോൾ അങ്ങനെ ഒരു ഷേവിങ് നിങ്ങൾ പറയുന്നു. അങ്ങനെ ഏകദേശം ബോംബ് ഒരു തെങ്ങിന്റെ ഉയരത്തിൽ ഇങ്ങനെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മനേഷേട്ട ആ കുപ്പിയെടുത്ത് മാറ്റിക്കോളിന്ന് പറഞ്ഞു. മൂപ്പരപ്പം തന്നെ ടേബിളിന്റെ മുകളിൽ നിന്ന് കുപ്പിയെടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞു ആ ടേബിൾ വീരി അവിടെ പിടിച്ചോളി പറഞ്ഞു. മൂപ്പർ അപ്പുറത്തും പിടിച്ച് ഞാൻ ഇപ്പുറത്തും പിടിച്ച് ബോംബ് താഴേക്ക് വരലും ഒറ്റ കോരല് ചുരുട്ടിക്കൂട്ടി ഒറ്റയേറാണ് പാകിസ്ഥാനിലേക്ക്. അവിടെ കിടന്ന് പൊട്ടി 25 ആൾക്കാർ അപ്പം തന്നെ മരിച്ചു. അന്ന് തുടങ്ങിയ ശത്രുതയാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും. പിറ്റേന്ന് എനിക്ക് ടൈറ്റ് പേരും വീണ്. എന്ത്? ബോംബ് കോരി സുരേന്ദ്രൻ. ഇവിടെ നിങ്ങൾക്ക് എന്താ ചാണകോരി സുരേന്ദ്രൻ അങ്ങനെ എന്തല്ല പേര്? ചക്രം കിട്ടിട്ടോ. എന്ത് ചക്രം? ഹെലികോപ്റ്ററിന്റെ. പരമവീര ചക്രടോ. ആണോ? അല്ല മാഷ അത് മരിച്ചാ കൊടുക്കണല്ലേ? അതെ. എനിക്കത് അഡ്വാൻസ് ആയിട്ട് തന്നല്ലോ. ചത്തിട്ട് ഇത് കിട്ടിയിട്ട് എന്താണ്ടോ കാര്യം. സുരേന്ദ്രേട്ടാ, ഓ എന്താന്ന് പറയുമ്പോ അയ്യോ സന്തോഷം സമാധാനം ഒക്കെ പാടെ നിങ്ങളെ എമ്മാതിരി വെറുപ്പിക്കലാന്ന്. ഭയങ്കര വിടലാണല്ലോ നിങ്ങളെ വീട്ടിൽ പോയി വിടലടിച്ചാ പോരുത്. ഞാനും ബാബേട്ടനും പോയിട്ട് ഒരു സ്ഥാപനം നടത്തില്ല ബാബേട്ടാ. ബാബുവോ ആ ഞാൻ പിന്നെ വരാം. ആ പിന്നെ വരിക. എനിക്ക് കീർത്തിയൊക്കെ കിട്ടിയൊരു കഥ പറയണ്ട, ഞാൻ പിന്നെ പറഞ്ഞതല്ലേ. സിഡി വീണിട്ടല്ലേ ഇവിടെ എല്ലാവർക്കും അറിയാം. ബാബുവാ ഇനി ഞാൻ ഇവിടെ എന്നാ വേറെ യുദ്ധം നടക്കും. ഈറ്റാൽ ഓരോന്നിനെ പീഡ നിർത്തരുത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. ആ. നിങ്ങൾ പിന്നെ വരി. ബാബേട്ടാ, രാജ്യദ്രോഹം എന്ന് പറയുമ്പോ ഇങ്ങനൊരു രാജ്യദ്രോഹം ചെയ്യേണ്ട കാര്യം എന്താ ഇവർക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാം. അല്ല മോനെ, ഈ അതിനെക്കാട്ടും വലിയ ദ്രോഹമാണല്ലോ എന്നോട് ചെയ്യുന്നേ. ഇത് പൈസ എടുത്ത് വാങ്ങിക്കൊണ്ടൊക്കെ സാധന ഒരു ഉളുപ്പും അങ്ങനെ വാരി ഇങ്ങനെ പൊത്തുക. കുറച്ച് അണ്ണാക്കിലേക്ക് വിട്ടോ. എന്താണ് ബാബേട്ട നിങ്ങൾ ഇങ്ങനെ കണക്ക് പറയില്ലേ? അല്ല എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി. ഞാനൊരു അധ്യാപകനല്ലേ. അല്ല നിങ്ങൾക്ക് ഷേവിംഗ് അല്ലേ? അതെ. ആദ്യം ഞാൻ ചെയ്തു തരൂ. അല്ല ബാബേട്ട, മറ്റേ സംഭവം എന്തായി? എന്ത് സംഭവം? ഇന്നലെ ഞാൻ പോയ ശേഷമുള്ള മറ്റേത്. അയ്യന്റെ മോനെ, ഈ പോയതിന് ശേഷം സംഭവങ്ങൾ മുഴുവൻ നടന്ന്. ഇന്റെ അമ്മ ഇവര് കുറച്ച് ആൾക്കാർ അവിടുന്ന് ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് വന്ന് ഈ വീട്ടിലേക്ക് ഇങ്ങോട്ട് കേറി വന്ന് അകത്ത് കേറിയിട്ടുള്ള ചട്ടിയും കാലവും ടീവിയുള്ള പണ്ടാരങ്ങളും മുഴുവൻ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ്. ഈ സമയത്ത് ഇവിടെ ആരുണ്ട്? ഈ വയസ്സായ മനുഷ്യനും പെൺകുട്ടി ഒറ്റയ്ക്ക്. എന്ത് ചെയ്യാനാണ് കുട്ടി? എന്ത് ചെയ്യാൻ പറ്റൂ? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മറ്റങ്ങോട്ട് കേറി മറ്റോ വന്ന്. ഇവന്റെ നിലപാട് എന്താ ബാബേട്ട? ഇവന്റെ നിലപാടെന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ് പുറത്തേക്ക് എറിഞ്ഞ സാധനങ്ങൾ മുഴുവൻ എടുത്ത് അകത്തേക്ക് വെക്കണം. അതിനിപ്പോ മീൻകറി വെക്കുന്ന ചട്ടിയാണെങ്കിൽ പുതിയത് വാങ്ങിക്കൊടുക്കണം. മീൻകറി അല്ല, അതൊരു ന്യായമായ കാര്യമാണ്. അല്ലേ? ഈ സമയത്ത് NFISന്റെ നിലപാട് എന്താ ബാബേട്ട? ഒരക്ഷരം മിണ്ടില്ല. നിങ്ങൾ എന്തായി പറഞ്ഞോണ്ടിരിക്കണേ? നരസിംഹത്തിലെ കഥ. ഞാൻ വിചാരിച്ചു ഈ നാട്ടിൽ നടന്ന വല്ല സംഭവം പറഞ്ഞോണ്ടിരിക്കണ. എന്തൊരു കഷ്ടം അത്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? കത്തിമാറ്റ് കണ്ടില്ല. നല്ല സിനിമയാ, കണ്ടോളൂ. എടോ അയ്യോ അയ്യോ ഒറ്റ ഇതൊന്ന് തീർത്തിട്ട് പോ. ഗൾഫ് കോളാണ്. എന്റെ പൊന്നു ചങ്ങ, എന്റെ കാര്യം ഗൾഫ് കോളാണത്. തീർത്തിട്ട് പോ. അളിയനാണ് ശശി. അളിയനാണ് ഗൾഫിന്ന്. ഇതൊന്ന് തീർത്തിട്ട്. ഗൾഫ് കോളാണ്. ഹലോ, ആ അളിയാ, എന്തൊക്കെയുണ്ട്? കൊഴപ്പൊന്നുമില്ല. ഇവിടെ. ഇവിടെ അങ്ങനെ വലിയ കച്ചവടമൊന്നും ഇല്ല. സൈഡ്. ഞാൻ അവിടേക്ക് വന്നാലേ എന്തോ നടക്കുള്ളൂ. ആ പിന്നെ കുറച്ച് നിങ്ങളിപ്പോ അടുത്ത് വരുന്നുണ്ടെങ്കിൽ എന്റെ വിസേന്റെ കാര്യം ശരിയാക്കി. ആ സുനിതേനോട് ഞാൻ പറഞ്ഞോളാ, പൈസ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പിന്നെ വരുമ്പോണ്ടല്ല 2 കത്തി ഒരു 2 കുപ്പി, അത് മറന്നുകൊണ്ട. ആ എന്നാ ഓക്കെ. ആ ശരി ശരി. എത്രയായി? എന്ത് ഷേവ് ചെയ്യുന്നതിന് എത്രയായി? എടോ ഷേവ് ചെയ്യുന്നതിന് എത്രയായി? ഷേവ് ചെയ്യുന്നതിന് 20 റുപ്യ. ഇങ്ങോണ്ടാ? എടോ ഷേവ് ചെയ്താരാ? നിങ്ങള്. അപ്പൊ കൂലി ആർക്കാ? നിങ്ങൾക്കാ? പിന്നല്ലാണ്ട് നിങ്ങളും ഉണ്ടാ?
जुगनू कमर पे तेरी मेरा दिल फिसल गया जुगनू कमर पे तेरी मेरा दिल फिसल गया इस जाने जादू तेरा मुझ पर चल गया जुगनू कमर पे तेरी मेरा दिल फिसल गया इस जाने जादू तेरा मुझ पर चल गया जादू ये चल गया मेरा दिल फिसल गया हाय 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 ओ डार्लिंग तो पहले से कितना बदल गया इस जादू जादू तेरा मुझ पर चल गया मुझे इश्क है तुझसे मेरी जान जिंदगानी तेरे पास मेरा दिल है मेरे प्यार की निशानी मुझे इश्क है तुझसे मेरी जान जिंदगानी तेरे पास मेरा दिल है मेरे प्यार की निशानी मुझे इश्क है तुझसे मेरा जिंदगी में तू है मेरे पास क्या कमी
परेशानी मुझे इश्क है तुझी से she